ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വേളാപ്പാര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം വലുതൊന്നും അല്ല, എന്നാലും തീരെ ചെറുതുമല്ല. നല്ല നെയ്യ് വെച്ചിട്ടുള്ള വേളാപ്പാരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ കറി വെച്ച് കഴിക്കാനായിട്ട് ഒരു മടുപ്പ് തോന്നി. പൊരിച്ചാലോ എന്ന് വിചാരിച്ചു. വേളാപ്പാര പൊരിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതും ഒരു പ്രത്യേക രീതിയിൽ ചില പ്രത്യേക മസാലകളൊക്കെ വെച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. എന്നും സ്ഥിരമായിട്ട് ഒരേ രീതിയിലാണല്ലോ പൊരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇന്ന് നമ്മൾ വേറൊരു രീതിയിൽ പൊരിക്കാനായിട്ടങ്ങ് തീരുമാനിച്ചു. കാരണം നമ്മൾ ഇത് തന്നെ നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും. പിന്നെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് BP ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷുഗർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനെയും പ്രതിരോധിക്കുന്ന ഒരു കൂട്ടുമായിട്ടാണ് നമ്മൾ ഇന്ന് റെഡിയായി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേളാപ്പാര മീനാണിത് കേട്ടോ. ഇതൊരു 1/2 കിലോ 750 ഗ്രാം അടുപ്പിച്ചുണ്ട് കേട്ടോ. ഈ ഒരു മീൻ നല്ല വലിപ്പമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പാരാം. അപ്പോൾ നമ്മൾ അതിന് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള മസാലകൾ അങ്ങോട്ട് എടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 7-8 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. BP പ്രതിരോധിക്കാൻ പൊള്ളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ നല്ല മുളക് എടുത്തിട്ടുണ്ട്. നല്ല കുരുമുളകാണ് കേട്ടോ. നല്ല മുളക് എന്ന് നമ്മൾ പറയും, കുരുമുളക് എന്ന് പറയും. അപ്പോൾ ആ നല്ല മുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഈ ഇടികല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ചു കൊടുക്കണമേ. ഇനി നമുക്ക് ഇതിലോട്ട് ആ കുരുമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയ കുരുമുളകാണ്. നല്ല ടേസ്റ്റിന് വേണ്ടിയും അതുപോലെ നമുക്ക് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. കുരുമുളക് ചേർത്താലുള്ള ഗുണമെന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവ് കുറച്ച് നമുക്ക് ഇടാൻ സാധിക്കും. അതാണ് കുരുമുളകിൻ്റെ ആ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. കാന്താരി മുളക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കാന്താരി പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ BPയെ നോർമലാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ നല്ല ഒറിജിനൽ കാന്താരി നല്ലതുപോലെ ഇടിച്ച് ഒരു 8 കാന്താരി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇടിച്ച് നല്ലതുപോലെ മിക്സ് ആക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇടിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കാന്താരി മുളകും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരല്പസമയം വേണ്ടി വരും. നമ്മൾ വെളുത്തുള്ളിയുടെ ഗുണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമ്മുടെ കൊളസ്ട്രോളിനെ പ്രതിരോധിക്കാൻ ഈ പുള്ളിക്കാരിയെ മാത്രം മതിയാകും. അപ്പോൾ കൊളസ്ട്രോൾ വരാതിരിക്കാനായിട്ട് പലരും വെളുത്തുള്ളി അച്ചാറൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കാറുണ്ട്. വെളുത്തുള്ളി അച്ചാർ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കാം കേട്ടോ. പണ്ടൊക്കെ അമ്മിക്കല്ലിൽ അരച്ചിരുന്ന ആ ഒരു നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ആ ഒരു പ്രതീതിയാണ് ഇതുപോലെ അരകല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ലതുപോലെ ഇടിച്ച് ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ഒരു പരിപാടിയുണ്ട്. അതാണ് ഒന്ന് നമ്മുടെ ഇഞ്ചിയും ആ ഒരു വെളുത്തുള്ളിയും ആ കുരുമുളകും ഒക്കെ ആ കാന്താരി മുളകും എല്ലാം കൂടി ചേർന്ന് നല്ലതുപോലെ നമ്മളിതൊരു പേസ്റ്റ്, അധികം പേസ്റ്റ് ആവണ്ട, നമ്മൾ ഇതിനെ ഇടിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല വലിയ ഉള്ളിയാണ് കേട്ടോ, സവാളയാണ് നമ്മളിതിൽ ഒരു 1/4 ഭാഗം സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഇതിലോട്ട് ഒന്ന് ഇടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, നമ്മൾ ഷുഗറിനായാലും കൊളസ്ട്രോളിനായാലും നമ്മുടെ സവാള എന്ന് പറയുന്നത് നല്ലൊരു മരുന്ന് കൂടിയാണ്. ചിലപ്പോൾ നമ്മൾ മീനിനെ നമ്മൾ വട്ടത്തിൽ സവാള അല്ലാതെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പക്ഷേ അത് കഴിക്കാത്തവർക്ക് ഇതേപോലെ ഇടിച്ച് ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കൂട്ട് ഇവിടെ തയ്യാറായി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. നമ്മൾ കുരുമുളക് ചേർത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് ഒന്ന് ഇടണം. എരിവ് കുറയുന്നത് ആണ് നല്ലത്. കാരണം നമ്മുടെ കാന്താരി മുളകുണ്ട്,
കുരുമുളകുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയെ ഇട്ടിട്ടുള്ളൂ. കാരണം ഒരുപാട് എരി ആയിപ്പോയാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ എരി ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മീൻ വരഞ്ഞ് വച്ചിരിക്കുന്ന ഈ ഒരു മീനിലേക്ക് നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് എല്ലാം കൂടി നല്ല ഇളക്കി മറിച്ച് കുഴച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ആ ഒരു എല്ലാ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കില്ലേ, ആ ഒരു വരവിൻ്റെ അകത്ത് എല്ലാം ഈ ഒരു മസാല അങ്ങോട്ട് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് ഒന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പും എരിവും എല്ലാം ഇതിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് വെച്ചിട്ട് പലരും മീൻ പൊരിച്ചതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ BP ഉണ്ടെന്ന് വെച്ചിട്ട് മീൻ വറുത്തതൊന്നും കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ ഷുഗർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് പറയട്ടെ, ഇവർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റിയ ഒരു മസാല കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കാന്താരി മുളകായാലും വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും, ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അറിയാമല്ലോ നമ്മുടെ ഗ്യാസ് പ്രിവെൻറ്റ് ചെയ്യുന്ന, നമുക്ക് അസിഡിറ്റി കുറയ്ക്കുന്ന സംഭവമാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പേസ്റ്റും ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇതിലോട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പുള്ളിക്കാരനെ നല്ല സുന്ദരിയാക്കുവാണ് കേട്ടോ. കുളിപ്പിച്ച് കിടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ നമ്മളിതാ നിർത്തി ഇവിടെ കുളിപ്പിച്ച് കിടത്തി ഇതേപോലെ മസാല ആ ഒരു വരവിനകത്ത് എല്ലാം നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു മസാല പിടിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ കറക്റ്റ് രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എല്ലാ സ്ഥലത്തും ഈ ഒരു മസാല തേച്ചൊന്ന് പിടിപ്പിക്കണം. ആ തലയുടെ അകത്ത് ഭാഗത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ആ ഒരു തലയുടെ ആ ഒരു ഭാഗം ഇളക്കിയിട്ട് അവിടെയുമൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മസാല പിടിക്കും. മസാല പിടിച്ചു കഴിഞ്ഞാൽ ആ മീൻ ഉപ്പും എരിവും ഒക്കെ നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ആ മീൻ കൂട്ടാൻ തന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ധാരാളം ചോറ് കഴിക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മതി. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മസാല കൂടി ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാം. ഇനി നമുക്ക് ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുക്കാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ മീനിനെ എടുത്ത് വെക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കുകയോ പൊടിയുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ട്, വലിയ മീനായതുകൊണ്ട് തന്നെ പൊടിയാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയൊക്കെ കവിഞ്ഞുണ്ട് പുള്ളിക്കാരൻ. അതുകൊണ്ടൊന്ന് നടുവൊക്കെ വളച്ച് അതിൽ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വീഴ്ത്തി കൊടുക്കണം. എത്ര എണ്ണ ആവശ്യമാണ് അത്രത്തോളം നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ, എണ്ണ വീഴ്ത്തി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള എണ്ണ ഇതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണേ. അതിന് ആവശ്യമുള്ള എണ്ണ നമ്മൾ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. ഇത്ര എണ്ണയെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. വളരെ കുറച്ച് എണ്ണ, വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ എണ്ണ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അപ്പുറവും ഇപ്പുറവും ഈ ഒരു മീൻ വറുത്ത് കോരിയെടുക്കുന്നത്. ഇത്ര എണ്ണയിൽ നമ്മൾ ഇതിനെ ആ 2 സൈഡും വറുത്ത് കോരി എടുക്കും. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ എണ്ണയിൽ കിടന്ന് നീന്തി തുടിക്കുകയാണ് കേട്ടോ. എണ്ണയിൽ കിടന്ന് തുള്ളിച്ചാടുന്ന കണ്ടോ ആ ഒരു വേള മീൻ. ഇനി നമുക്ക് നോക്കാം. ഏകദേശം ഏറെക്കുറെ ഒരു സൈഡ് മുരിഞ്ഞു ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി ഇടുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഒന്ന് വളരെ ചെറിയ തീയിലാണ് ഞാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു സൈഡ് നല്ലതുപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മുരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ഇതേപോലെ കിട്ടത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും നീളമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സൈഡ് കരിയും, ചിലപ്പോൾ അതിൻ്റെ മധ്യഭാഗം കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആക്കി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതാ അടുത്ത സൈഡും അതേപോലെ നമ്മൾ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ ഏകദേശം നമ്മുടെ ചട്ടി കണ്ടോ, നമ്മുടെ ചട്ടിയിലെ ആ ഒരു എണ്ണ മാത്രം, വളരെ തുച്ഛമായ എണ്ണ മാത്രം, ഒരു 5 ml എണ്ണ പോലും നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് വളരെ കുറച്ച് എണ്ണ മതി. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു, സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് കൂടെ തിന്നാനായിട്ട് നല്ല സവാളയൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി കഴിഞ്ഞു. സംഭവം എല്ലാം സെറ്റായി, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇനി ഇത് കഴിക്കാം. വേറെ ചോറിനോടൊന്നും ഒരു കറിയുടെയും ആവശ്യമില്ല. ഇത് കൂട്ടി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ സാധിക്കും. നമ്മൾ കുറച്ച് നാരങ്ങയും കുറച്ച് സവാളയും എല്ലാം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ അലങ്കരിച്ച് കൊടുത്തു. കണ്ടോ, എല്ലാം നമ്മളെ ഡെക്കറേഷനും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. വാലിലും തലയിലും നാരങ്ങ വെച്ച് കൊടുത്തു, 2 സൈഡുകളിലായിട്ട് സവാള വെച്ച് കൊടുത്തു. അപ്പോൾ ഈ സവാളയൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കൊളസ്ട്രോളും BP-യും ഷുഗറും ഒക്കെ പമ്പ കടക്കും. ഏത് അസുഖമുള്ളവർക്കും ഇതേ രീതിയിൽ വറുത്ത മീൻ ഉറപ്പായിട്ട് കഴിക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം എണ്ണ, അതുപോലെ വളരെ ആരോഗ്യപ്രദമായ രീതിയിലുള്ള മസാലക്കൂട്ടുകൾ, ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ സാധനമാണ് ഈ ഒരു ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിഴിഞ്ഞ് കൊടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങ് മാറുവേ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചാലോ. നമ്മളതിൻ്റെ മീതിലൊക്കെ നാരങ്ങ ഒക്കെ വീത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് പിച്ച് കഴിക്കുകയാണ് ഗൈസ്. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല പുളിപ്പും ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ. എരിവും ആവശ്യത്തിന് എരിവ്, ഒരുപാട് എരിവൊന്നുമില്ല, ആവശ്യത്തിന് എരിവുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, അകം ഭാഗം ഒക്കെ നല്ലതുപോലെ സെറ്റിലായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയും കൂടി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. പുള്ളിക്കരിയും കൂടെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണോ ഇല്ലയെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ നമ്മുടെ വേളാപ്പാര മീൻ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇതേപോലെ ഉപയോഗിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റുകളായിട്ട്